ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. നിയമസഭാ സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. കേരള ബജറ്റ് അവതരണം 29-നാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനത്തിലാണ് ചൊവ്വാഴ്ച തുടക്കമാകുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക. 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റാണ് ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാന അജണ്ട. ഈ മാസം 22, 27, 28 തീയതികൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കും. ജനുവരി 29-നാണ് ബജറ്റ് അവതരണം. ഫെബ്രുവരി 2, 3, 4 തീയതികൾ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയും നടക്കും. ജനുവരി 20 മുതൽ മാർച്ച് 26 വരെ ആകെ 32 ദിവസമാണ് സഭ ചേരുന്നത്. നടപടികൾ പൂർത്തിയാക്കി മാർച്ച് 26-ന് സഭ പിരിയും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജില്ലാ മെറിറ്റ് അവാർഡിന് വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന സിലബസിൽ പഠിച്ച് 2024 മാർച്ചിൽ പരീക്ഷ എഴുതിയ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി വിജയിച്ച വിദ്യാർത്ഥികൾക്കാണ് അവസരം. സംസ്ഥാന സിലബസിൽ പഠിച്ച് 2024 മാർച്ചിൽ പരീക്ഷ എഴുതിയവരിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ജില്ലാ മെറിറ്റ് അവാർഡിന് അപേക്ഷിക്കാം. അപേക്ഷകൾ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കോളർഷിപ്പ് വെബ്സൈറ്റായ www.descholarship.kerala.gov.in നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അവാർഡ് തുക 2000 രൂപയാണ്. അപേക്ഷകർക്ക് IFSC കോഡുള്ള ഏതെങ്കിലും ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. മൈനർ അക്കൗണ്ട് ഉള്ളവർ അത് സ്വന്തം പേരിലുള്ള അക്കൗണ്ടായി മാറ്റുകയും അക്കൗണ്ട് ലൈവ് ആണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. പൂരിപ്പിച്ച അപേക്ഷയ്ക്കൊപ്പം ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യ പേജിന്റെ പകർപ്പ്, ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ SSLC മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവയും സമർപ്പിക്കണം. അപേക്ഷകൾ ഫെബ്രുവരി 5 വരെ സമർപ്പിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച പരാതികൾ സമർപ്പിക്കാനുള്ള തീയതി നീട്ടി. ഈ മാസം 30-ാം തീയതി വരെയാണ് സമയം നീട്ടിയത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക ഉത്തരവിറക്കി. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മാറ്റമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 22-ാം തീയതി വരെയായിരുന്നു മുൻപ് അനുവദിച്ച സമയം. സമയം നീട്ടി നൽകണമെന്ന് സുപ്രീം കോടതിയിൽ കേരളം ആവശ്യപ്പെട്ടിരുന്നു. പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ പഞ്ചായത്ത് ഓഫീസുകൾ പോലുള്ള പൊതുസ്ഥലങ്ങളിൽ ലഭ്യമാക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. അർഹരായവർ പുറത്താക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സൗകര്യമൊരുക്കുന്നതിനായി ഈ പട്ടിക വെബ്സൈറ്റുകളിലും പ്രസിദ്ധീകരിക്കണം. നിലവിൽ പട്ടികയിൽ നിന്നും പുറത്തായവർക്ക് പരാതി നൽകാനുള്ള സമയം നീട്ടി നൽകണമെന്നും കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. 2025 സെപ്റ്റംബർ 23-നാണ് കേരളത്തിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഗുജറാത്ത്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും പരാതികൾ സമർപ്പിക്കാനുള്ള തീയതി 30 വരെ നീട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.